അഖണ്ഡ ടു താണ്ഡവം. ആരുടെ താണ്ഡവമാണ്? ബാലയ്യയുടെ താണ്ഡവം. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്ത് കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഡിസ്ക്ലൈമേഴ്സ്, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടായേക്കാം. അപ്പോൾ ഈ അഖണ്ഡ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്കറിയാം ഇത് എന്ത് കൈൻഡ് ഓഫ് പടമായിരിക്കും, ഇതിനകത്ത് എന്തൊക്കെയാണ്. ബാലയ്യ എന്ന് പറയുന്ന നടന്, അല്ലെങ്കിൽ ബാലയ്യ എന്ന് പറയുന്ന നായകന്, പുള്ളിക്കൊരു ലൈസൻസ് ഉണ്ട്, സ്ക്രീനിൽ എന്ത് വേണമെങ്കിലും ഒക്കെ കാണിക്കാം. പക്ഷേ പുള്ളി ഇപ്പോൾ ഒരു 50 വർഷമൊക്കെ ആകാൻ പോകുന്നു ഈ ഫിലിം ഫീൽഡിൽ. ഈ ബാലകൃഷ്ണ എന്ന് പറയുന്ന നടൻ, ഈ നടനെ ഞാൻ ട്രോളുകളിലൂടെ പരിചയപ്പെട്ട ഒരാളല്ല. എനിക്ക് പണ്ടുപോലെ, അതായത് തെലുഗു സിനിമ പണ്ടുപോലെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ബാലകൃഷ്ണ എന്ന് പറയുന്ന നടനെ നേരത്തെ അറിയാം. പുള്ളിയുടെ ഫിലിം ഓഫ് ഗ്രാഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദിത്യ 369 എന്ന് പറയുന്ന അവിടുത്തെ ആദ്യത്തെ ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് പുള്ളി. പിന്നെ ഭൈരവദീപം 94 ഇറങ്ങിയ ആ പടം, അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാൻറ്റസി ഫിലിമാണ്. ഒരു ക്ലാസിക് പടമായിട്ടാണ്, തെലുഗുവിൽ ഒരു ക്ലാസിക് പടമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെ ഹീറോ ആണ് പുള്ളി. പിന്നീട് പുള്ളി ഒരുപാട്, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരഞ്ജീവിക്ക് നല്ല ടഫ് കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ആളാണ് ബാലകൃഷ്ണ, അതായത് ബാലയ്യ. ചിരഞ്ജീവി പിന്നെ പുള്ളിയുടെ ഒരു ഡാൻസിൻ്റെ സ്കിൽ കൊണ്ടാണെങ്കിലും, പിന്നെ പുള്ളിയുടെ ആ ഒരു എനർജി ലെവലൊക്കെ വെച്ചിട്ട് പുള്ളി പിന്നീട് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കൊക്കെ പോയി. പുള്ളി ഹിന്ദി സിനിമകളിലൊക്കെ നായകനായി, അങ്ങനെ ഭയങ്കര പോപ്പുലറായിട്ട് മാറി. പക്ഷേ ബാലകൃഷ്ണയുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് പുള്ളിക്ക് ആ ഒരു തെലുഗു ഓഡിയൻസ്, പിന്നെ പുള്ളിയുടെ ഒരു കാസ്റ്റ് സപ്പോർട്ട്, അതൊക്കെ ഭീകരമാണ് പുള്ളിക്ക്. പിന്നെ ലെജൻഡ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിനകത്തൊരു ഡയലോഗുണ്ട്, സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഉണ്ടായത് എൻ്റെ വീട്ടിൽ നിന്നാണെന്ന്. അപ്പം അങ്ങനെ പറയാൻ പറ്റുന്ന ചുരുക്കം ചില ആളുകൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവില്ലേ, ഇപ്പോൾ ശിവണ്ണ, പിന്നെ ബാലയ്യ. അപ്പം അങ്ങനെ ചുരുക്കം ചില ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് പുള്ളി. ഒരു ലെജൻഡ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റീജിയൻ, ഇപ്പോൾ റായലസീമ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, ആ ഒരു ഏരിയയിൽ ഒരു ഹീറോ, ആ ഹീറോയുടെ ഇൻഫ്ലുവൻസ് സ്റ്റിൽ ഇത്രയും പ്രായമായി ഇപ്പോഴും അയാൾ നായകനായിട്ടാണ് കൂടുതലും അഭിനയിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സപ്പോർട്ടിങ് കാസ്റ്റോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിൽ ബോക്സ് ഓഫീസിൽ സക്സസ് ആണ്, സ്റ്റിൽ നായകനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഹീറോയാണ്. സോ ഈസ് നോട്ട് എ കോമഡി പീസ് അല്ല. ചില മീംസിലും പുള്ളിയുടെ സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന, പിന്നെ റിയൽ ലൈഫിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാം പക്കാ കോമാളി സംഭവങ്ങളൊക്കെ ആണെങ്കിലും, ഒരു നായകന് ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹീറോ ആയി തുടരുക, ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ പറ്റുക, ഫീൽഡ് ഔട്ട് ആവാതെ നിന്ന്, ഇത്രയും പ്രായമായിട്ടും അയാൾ സ്റ്റിൽ ഹീറോയാണ്. അയാളുടെ സിനിമ ഇപ്പോഴും റിലീസാവുന്നുണ്ട്, അയാളുടെ സിനിമ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ ഹിറ്റാവുന്നുണ്ട് എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. പല സൂപ്പർ താരങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ തെലുങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഗാർജുന, വെങ്കിടേഷ് അടക്കമുള്ള ഒരുപാട് സൂപ്പർ സ്റ്റാറുകളൊക്കെ ഫീൽഡ് ഔട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അവർക്ക് പഴയ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നിടത്ത് ബാലയ്യ, പുള്ളിയുടെ ആ ഒരു ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ഇമേജ് കൊണ്ടാണെങ്കിലും, ഇപ്പോൾ ജയ് ബാലയ്യ എന്നുള്ളത് എപ്പോഴും ഈ ഡിസ്കോ, നമ്മളിപ്പോൾ ബഞ്ചാര ഹിൽസ് ഹൈദരാബാദ് സൈഡിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള DJ ക്ലബ്ബുകളിൽ ലാസ്റ്റ് സോങ് ആയിട്ട് ജയ് ബാലയ്യ പ്ലേ ചെയ്യും. ജയ് ബാലയ്യ പ്ലേ ചെയ്ത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു കൾട്ട് ഇമേജ് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം എന്ന് പറയുന്ന പുള്ളിക്ക് എന്തും കാണിക്കാം. അപ്പോൾ അഖണ്ഡ ടു താണ്ഡവം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പുള്ളി ഇതിനകത്ത് പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പതിഞ്ഞ താളത്തിലാണ് വരുന്നത്. ഈ പടത്തിൽ ഇതിൽ ഈ അഖണ്ഡ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ക്യാരക്ടറിന് വലിയ മാസ് ഇൻട്രോയോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളിനെ സിമ്പിളായിട്ട് കാണിക്കുന്നു. പുള്ളിക്ക് പിന്നീട് കൊടുക്കുന്നത് ഈ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സംഭവങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് പുള്ളിയുടെ കയ്യിലുള്ള തൃശൂലം, ആ തൃശൂലത്തിന് കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം, അതായത് പുള്ളി കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ഉള്ളൊരു ബാക്ക് എന്ന് പറയുന്നത് അത് റിലീജിയനാണ്. അതായത് ഈ റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അഖണ്ഡ എന്ന് പറയുന്ന ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ കഥ എന്ന് പറയുന്ന ഈ സിനിമയിലെ രസമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഭാരത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതിലും ഭൂരിഭാഗം ആളുകൾ, ഇപ്പോൾ ഒരു 90% ആളുകളും വിശ്വാസികളാണ്, ശരിയാണല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു എനിമി സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു എനിമി കൺട്രി ആയിട്ട് കാണിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന അവരുടെ ഒരു ഐഡിയോളജി എന്താണെന്നും കമ്മ്യൂണിസം ആണെന്നും, കമ്മ്യൂണിസത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ചൈനീസ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഭഗവത്ഗീതയൊക്കെ നോക്കി, ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ദൈവം. ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവവിശ്വാസം ആളുകളിൽ നിന്ന് ഇല്ലാണ്ടാക്കിയാലാണ് നമുക്ക് ഇന്ത്യയെ തകർക്കാൻ പറ്റൂ എന്ന് ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ചൈനീസ് ആളുകളൊക്കെയാണ് സിനിമയിലുള്ളത്. സംഭവം ഭയങ്കര ബ്ലണ്ടറാണെങ്കിലും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ സിനിമയൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്, ഈ സിനിമയിൽ വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ കുംഭമേള നടക്കുന്നു. കുംഭമേള ഇവർ എന്ത് ചെയ്തു? ഇവർ റിയൽ ഫൂട്ടേജ് ആണോ എന്താണോ എന്നറിയില്ല. കുംഭമേള ഭയങ്കര ഗ്രാൻഡായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി പുള്ളി അത് ഡയറക്റ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ക്രൗഡ് കൺട്രോൾ ചെയ്യുന്നതിൽ ബാഹുബലി
അല്ലെങ്കിൽ RRR ഒക്കെ പോലെ അതിനകത്ത് രാജമൗലി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ അതിന് ഈക്വലായിട്ട് പുള്ളി ഇതിനകത്ത് കുംഭമേള സീക്വൻസിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ബോയപ്പാട്ടി ശ്രീനു. അപ്പോൾ പുള്ളി ഇത് ടാലൻറ്റഡ് ആണ്. ക്രൗഡ് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് പുള്ളി ടാലൻറ്റഡ് ആണ്, അത്രേ ഉള്ളൂ. ഇതിലെ കുംഭമേള സീക്വൻസ് അതിൽ റിയൽ ഫുട്ടേജ് ആണോ അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളി സ്വയം ചെയ്താണെന്നുണ്ടെങ്കിൽ ഗംഭീര വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കുംഭമേളയിലെ വെള്ളം, അതായത് ഗംഗാനദി മലിനമാക്കുക, അതിൽ വിഷം കലർത്തുക, അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആൾക്കാർ ഒരു വൈറസ് കൈൻഡ് ഓഫ് സംഭവമാണ്. അപ്പോൾ ആ വൈറസിന് ഒരു ആൻറ്റിഡോട്ട് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നത് ബാലയ്യയുടെ മകളാണ്. ബാലയ്യയുടെ മകൾ അവതരിപ്പിച്ചിരിക്കുന്നത്, അതായത് പണ്ട് ബജ്രംഗി ഭായ്ജാനിൽ മുന്നി എന്ന് പറയുന്ന ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയില്ലേ, ആ കുട്ടി ഇപ്പോൾ വളർന്നു, 16 വയസ്സെന്തോ ആയി. അപ്പോൾ അതാണ് ബാലയ്യയുടെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തെ കഥ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട്. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻ നമ്മുടെ മാർക്കോയിലുള്ള സൈറസ് കബീർ ദുഹൻ സിംഗോ അങ്ങനെ എന്തോ അല്ലേ പുള്ളിയുടെ പേര്, പുള്ളിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലണ്ടർ സീക്വൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഗംഗയിൽ വിഷം കലർത്തുന്നു. അപ്പോൾ തന്നെ ആളുകൾക്ക് മുഴുവൻ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ, 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും വൈറസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വന്ന് ആൾക്കാരൊക്കെ വയ്യാതെയാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ തന്നെ ഈ പൊളിറ്റീഷ്യൻ, അതായത് കറപ്റ്റഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള നമ്മളുടെ ഇയാൾ വന്നിട്ട് ലൈവായിട്ട് പറയുകയാണ് ദൈവമില്ല, മറ്റേതാണ് മറിച്ചാണ്, ദൈവം എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നു, അയാൾ ദൈവം എവിടെ പോയി. അപ്പോൾ ഇയാളുടെ ലൈവാണല്ലോ കാണിക്കുന്നത് ഈ മീഡിയ. അപ്പോൾ തന്നെ മൊത്തം നമ്മുടെ എൻറ്റയർ കൺട്രി ഓക്കെ ദൈവമില്ല, അതായത് അമ്പലവും ക്ഷേത്രവും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ അടച്ച് ദൈവമേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയായി ജനങ്ങൾ. അതായത് അതിലും വലിയ കോമഡിയാണ് ഇതിനകത്ത് പ്രധാനമന്ത്രി ക്യാരക്ടർ. ഈ പ്രധാനമന്ത്രി ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ, അയാൾ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളേതോ വാർഡിലെ കൗൺസിലറാണോ എന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദൈവം നമ്മളെ രക്ഷിക്കുമോ എന്നൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ആരോട്? PM ഓഫീസിലുള്ള ബാക്കിയുള്ളവരോട്. ഇജാതി കൾട്ട് സീനുകളൊക്കെയുള്ള കൾട്ട് സീനുകളുടെ എന്താ പറയുക, ഒരു അതിഭീകരമായിട്ടുള്ളൊരു ശേഖരമാണ് ഈ സിനിമ. പിന്നെ ഇതിനകത്തുള്ള അറിയാലോ, ഇത് ഒരു സൂപ്പർ ഹീറോ ആണ് അയാൾ. ഈ അഖണ്ഡ എന്ന് പറയുന്ന ക്യാരക്ടറിന് പുള്ളിക്ക് വെള്ളയുടെ കയ്യിലുള്ള തൃശൂലം, ഈ തൃശൂലം എന്ന് പറയുന്നത് മൊത്തം അവെഞ്ചേഴ്സിലുള്ള എല്ലാവരുടെ പവർ, അതായത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്, ബാക്കി എന്തൊക്കെയുണ്ടോ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള കാര്യമാണ് ഈ തൃശൂലം. ഈ തൃശൂലം പുള്ളി നടന്നു പോകുമ്പോൾ കറങ്ങിയ ആൾക്കാരെ കഴുത്തൊക്കെ വെട്ടിക്കുന്ന ആ ഒരു സീൻസൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടാണല്ലോ. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൈൻഡ് ഇതിനകത്താണ്. ഇതിനകത്ത് സെക്കൻഡ് ഹാഫ്, അതായത് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പാണ് ഒരു ഫൈറ്റ് വരുന്നത്. അതുവരെ പടം ഭയങ്കര ഡ്രൈ ആണ്, അതായത് ഭയങ്കര സ്ലോയിൽ, ഇങ്ങനെ ഹാപ്പനിങ്സ് ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ ബാലയ്യയുടെ ഒരു പാട്ടുണ്ട്, ആ പാട്ടിലെ സീൻ, ജയ് ബാലയ്യ, ആ കൈൻഡ് ഓഫ് നമ്മുടെ സംയുക്ത മേനോൻ്റെ പുള്ളിക്കാരത്തേക്ക് ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇമ്പ്രസീവ് അല്ല, എന്നാലും ഒരു വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ്ലി ബാലയ്യ ഷോ ആണ്. പിന്നെ ഇവിടെ ദൈവം എന്തുകൊണ്ട് മുമ്പിൽ വരുന്നില്ല, ആ ഒരു ഐഡിയോളജി ഉണ്ടാവുമല്ലോ. അതായത് ദൈവമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം അത് ഹെവി ഉത്തരമാണ്. അതായത് നിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നു, അയാൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്, അയാളെ മൊബൈലിൽ കിട്ടിയില്ല, അപ്പോൾ നീ ഇപ്പോൾ ഉടൻ തന്നെ നിൻ്റെ കൂട്ടുകാരനില്ല എന്ന് വിചാരിക്കുമോ? അതാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെയുള്ള മറുപടി, സെല്ലി ബാലയ്യ ടൈപ്പ് മറുപടികളൊക്കെയാണ് ഈ പടത്തിന് നൽകുന്നത്. അതായത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ. ഇതിനകത്ത് മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ മൊത്തം ഡ്യൂറേഷൻ 3 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ ഇരുന്ന് റോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതിനകത്ത് പുള്ളി ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്ന ബിൽഡപ്പ്, അയാൾ ചെയ്യുന്ന അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ചിന്തിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവൽ, പാറ്റൺ ടാങ്ക് ആണെങ്കിലും ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് ആണെങ്കിലും ഇതെല്ലാം ഇയാൾ തൃശ്ശൂരത്തിൽ കുത്തി നിർത്തുന്നതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് ഭാരതത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഭാരതത്തിലുള്ള ഭഗവത്ഗീത അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ദൈവങ്ങൾ, സനാതനധർമ്മം എന്താണെന്നും അതിനുള്ള ഒരു എസ്സേയൊക്കെ പുള്ളി അറിയാമല്ലോ. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ ബാലയ്യക്ക് ഇടുവാണ്. അപ്പോൾ ആ രീതിയിൽ പുള്ളി സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ പടം. അപ്പോൾ ഇതിൻ്റെ പടത്തിൻ്റെ അഖണ്ഡയുടെ അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആണ്. ആ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ളതെല്ലാം ഉണ്ട്. ഇതൊരു ഗിൽട്ടി പ്ലഷർ എന്നുള്ള രീതിയിൽ ഈ സ്ക്രീനിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരുന്നത്. പുള്ളിക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. പുള്ളി ഇത്രയും കാലമായിട്ടുള്ള പുള്ളിയുടെ ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ ഇമേജിൽ പുള്ളി കാണിക്കുന്ന അപരാധങ്ങൾ. അപ്പോൾ അതിൽ ചില സിനിമകൾ നല്ല രീതിയിൽ ക്ലിക്കാവും. അഖണ്ഡ പാർട്ട് 1 എനിക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്, എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. ഐ സ്റ്റിൽ അഡ്മിറ്റ് എനിക്ക് അഖണ്ഡ പാർട്ട് 1 ഞാൻ ഇടയ്ക്ക് കാണാറുമുണ്ട്, എനിക്ക് ആ ഒരു മൂഡിൽ കാണുന്നത് ഇഷ്ടമാണ്. പക്ഷേ അഖണ്ഡ 2 താണ്ഡവത്തിലേക്ക് എത്തിയപ്പോൾ ഇയാളെ ഭയങ്കരമായിട്ട് ദൈവമാക്കാമെന്ന്, ഇയാളുടെ ഹനുമാൻ്റെ ഗത ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒറിജിനൽ ശിവൻ വരുന്നുണ്ട്. ശിവൻ വന്നിട്ട് അയാളുടെ അമ്മയ്ക്ക് എന്തോ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കൈൻഡ് ഓഫ് കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് ഇവരെല്ലാം ഓവർഡു ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അലമ്പാക്കി കളഞ്ഞു.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തമൻ ഇതിനകത്ത് സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന എല്ലാം DB കൂട്ടിയിട്ട് തലവേദന എടുക്കുന്ന രീതിയിലാണ് ഈ തിയേറ്ററിൽ അഖണ്ഡ 2 താണ്ഡവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിന് താണ്ഡവമാണ്. നമ്മളൊരു മാനസിക രോഗിയായിട്ടായിരിക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം സൗണ്ട്, പിന്നെ പുള്ളിയുടെ അലർച്ച, കാണിക്കുന്ന സീക്വൻസ്, CGI ഒക്കെ ആണെങ്കിൽ ഭയങ്കര മോശം CGI. 3D കൂടി ആണെങ്കിൽ 3D അല്ല ഭയത്തിന് കണ്ടത്. അപ്പം അങ്ങനെ ഒരു മൊത്തത്തിൽ എക്സോസ്റ്റിംഗ് എന്നൊക്കെ പറയില്ലേ, ഈ സിനിമ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഹാപ്പനിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ എന്നുള്ള മൈൻഡിലൊക്കെ. സെക്കൻഡ് ഹാഫ് സഹിക്കാൻ പറ്റില്ല, അജാതി അക്രമവും കാര്യങ്ങളാണ്. പിന്നെ ആദി പെനിഷെട്ടി ഈ വർഷം ശബ്ദം എന്ന് പറഞ്ഞ സിനിമ OTT റിലീസായിരുന്നു. ഞാൻ OTTയിലാണ് കണ്ടത്. അതിൽ കണ്ടിട്ട് പുള്ളിനകത്തൊരു മെയിൻ വില്ലനായിട്ട്, പുള്ളി പിന്നെ സറൈനോടുവിൽ ഓൾറെഡി വില്ലനായിരുന്നു, ബോയപ്പട്ടിയുടെ പടത്തിലായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറായിട്ടുള്ള ഫൈറ്റ് ഇതെല്ലാം അയ്യോ, ഇവർ വെച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ്, ഒരു ഹിന്ദുത്വ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും വരുന്ന സീക്വൻസുകൾ ഹിന്ദുത്വം പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഹിന്ദു മെത്തോളജി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഇതുണ്ട്. പിന്നെ പൊളിറ്റിക്സ്, അതായത് കണ്ടംപററി പൊളിറ്റിക്സ്, ഈ പറയുന്ന പഴയ ഒരു മിത്തോളജി, ഇതിനകത്ത് ഹിന്ദു ഗോഡ്സ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അവിയൽ പരുവം. അതായത് സ്റ്റിൽ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാടമേ അല്ല. തലവേദന, എക്സോസ്റ്റഡ് ആയിപ്പോയി. പിന്നെ അറിയാം ഇത് ചിലപ്പോൾ കിട്ടി എന്തെങ്കിലുമൊക്കെ ഒരു സീക്വൻസ്. തമൻ്റെ BGM അടിപൊളിയാണ്, പടത്തിൻ്റെ ടൈറ്റിൽ സോങ് അടിപൊളിയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നുള്ള രീതി നമുക്കറിയാം. നമ്മൾ പോകുന്നത് ആപത്തിലേക്കാണ് നിൻ്റെ പോക്ക് എന്ന് പറയില്ല, അതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പടമാണ്. അപ്പോൾ അതിന് കൂടുതൽ ഈ സിനിമയ്ക്കൊക്കെ റിവ്യൂ പറയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റ് റിവ്യൂ ആയിട്ട് പറയാൻ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇത് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമില്ല, വായി തോന്നി എന്തുകൊണ്ടെങ്കിലും പറയാം. അതാണ് ഇതുപോലുള്ള ബാലയ്യ പഴയ വിജയ് പടങ്ങളുടെയൊക്കെ ഒരു ഗുണം. അപ്പോൾ വിജയൊക്കെ ഇപ്പോൾ ഫാർ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ബാലയ്യക്ക് ഇപ്പോഴും ആ ലൈസൻസ് ഉണ്ട്. പുള്ളീനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പടത്തിൽ ചെന്ന് ചാടും എന്നല്ലാതെ പുള്ളി വീണ്ടും പഴയ പോലെയൊക്കെ തന്നെയാണ്. അതാണ് അഖണ്ഡ 2 പറയുന്നത്. അയ്യോ, റിവ്യൂ പറഞ്ഞ എക്സോസ്റ്റഡായി. ഇത്രയേ ഉള്ളൂ.